നമ്മുടെ ശരീരത്തിൽ വളരെ പ്രത്യേകതയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു യന്ത്രം പോലെയാണ് ശരീരത്തിലെ പല അവയവങ്ങളും പ്രവർത്തിക്കുന്നത്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും അതിൽ കുറേ അവശിഷ്ടങ്ങളുണ്ടാവും, അത് വേസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ സമയാസമയങ്ങളിൽ പുറന്തള്ളിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങളും മറ്റ് ലവണങ്ങളും ഒക്കെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ശരീരത്തിലെ വൃക്ക ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഒരുപാട് വിസർജ്യങ്ങളെയൊക്കെ പുറത്തു കളയാനും ഒക്കെ വൃക്കയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വളരെ വലിയൊരു ജോലി, റെസ്റ്റ് ഇല്ലാതെ ഹൃദയം പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് വൃക്ക. വൃക്ക രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് ഒരുപാട് പേര് ഡയാലിസിസും അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഇത് കൂടാതെ വൃക്കയിലെ കല്ല് അല്ലെങ്കിൽ മൂത്രാശയത്തിലെ കല്ല്, യൂറിനറി സ്റ്റോൺസ് എന്ന് പറയുന്ന ഒരു വിഭാഗം രോഗങ്ങളും മനുഷ്യർക്കുണ്ടാകാറുണ്ട്. അപ്പോൾ പലപ്പോഴും ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന കല്ല് നമ്മൾ കഴിക്കുന്നതുകൊണ്ടാണോ കല്ലുണ്ടാകുന്നത് എന്ന് വരെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് കുറേയൊക്കെ ആരോഗ്യ വിവരങ്ങളൊക്കെ കൂടിയതുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു രാസമാറ്റം അല്ലെങ്കിൽ പ്രക്രിയയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ കല്ലായിട്ട് രൂപപ്പെടുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പരിപാടിയിലൂടെ മൂത്രാശയത്തിലുണ്ടാകുന്ന കല്ലുകൾ അത് എങ്ങനെ ഉണ്ടാകുന്നു, എന്താണ് അത് ഉണ്ടാകാനുള്ള കാരണം, അത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഉണ്ടാക്കുന്നത്, ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിനെ നീക്കം ചെയ്യേണ്ടത്, അതിനുള്ള ചികിത്സാ മാർഗങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മൂത്രാശയത്തിൻ്റെ കല്ല് എങ്ങനെ രൂപപ്പെടുന്നു, അത് ഏതൊക്കെ തരം കല്ലുകളാണ് ഉണ്ടാകുന്നത്, എന്നാണ് പലതരത്തിൽ ഓക്സലേറ്റ് സ്റ്റോൺസ്, അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ എന്താണ് ഈ മൂത്രാശയത്തിലെ കല്ല് എന്ന് പറയുന്നത്? ഇതൊരു വേസ്റ്റ് അല്ലെങ്കിൽ അവശിഷ്ടമാണോ? മൂത്രാശയ കല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നി യൂറേറ്റർ ബ്ലാഡർ KUB, വൃക്കയിലെ കല്ല്, മൂത്രനാളിയിലുള്ള കല്ലുകൾ അല്ലെങ്കിൽ ബ്ലാഡറിലുള്ള കല്ലുകൾ. ഈ ബ്ലാഡർ കഴിഞ്ഞാൽ പിന്നെ മൂത്രനാളിയിലും കല്ലുകൾ വന്ന് തടഞ്ഞിരിക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ കല്ലുകൾ ഉണ്ടാകുന്നത്? ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം ഡീഹൈഡ്രേഷനാണ്. അതായത് നമ്മൾ വെള്ളം കൂടി കുറഞ്ഞിട്ടാണ് പലരും കല്ല് വരുന്നത്. ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മളെല്ലാവരും വെള്ളം കുടിക്കാൻ മറന്നുപോകും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന റംസാൻ കഴിഞ്ഞിട്ട് പലർക്കും കല്ലുകൾ വരുന്ന കാരണം ഈ വെള്ളം കുടി കുറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും കോമൺ കോസ് എപ്പോഴും ഡീഹൈഡ്രേഷൻ തന്നെയാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ജലം കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാലേ നമുക്ക് അത് ഒഴുക്കി കളയാൻ പറ്റും, വേസ്റ്റ് കളയാൻ പറ്റും. അതെ. അപ്പോൾ കല്ലുകൾ പറഞ്ഞ പോലെ പല ടൈപ്പ് ഉണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാൽഷ്യത്തിന്റെ പല സോൾട്സ് ആണ്. അപ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് ആവാം, കാൽഷ്യം ഡൈഫോസ്ഫേറ്റ് ആവാം. ഇപ്പോൾ ചിലർക്ക് ഇൻഫെക്ഷൻ കാരണം തന്നെ കല്ലുകൾ ഉണ്ടാവും, അണുബാധ മൂലം. അതെ, അണുബാധ മൂലം കല്ലുകൾ വരുന്ന ഈ കാൽഷ്യം ഡൈഫോസ്ഫേറ്റ് സ്റ്റോൺസ്, മിക്സ്ഡ് സ്റ്റോൺസ്, സ്ട്രൂവൈറ്റ് സ്റ്റോൺ എന്നൊക്കെ പറയും, സ്റ്റാഗോൺ സ്റ്റോൺ, അതായത് കിഡ്നി നിറച്ച് ചിലവർ കല്ലായിട്ട് വരുന്ന കേൾക്കാം. അത് റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ടാണ്, ആവർത്തിച്ച്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ പറയാം, ഇൻഫെക്ഷൻ കാരണം കല്ലുണ്ടാവാം, കല്ല് കാരണവും ഇൻഫെക്ഷൻ ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ. അപ്പം ഈ കല്ലിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കിഡ്നിയുടെ ഉള്ളിൽ ഒരു കല്ലിരിക്കുമ്പോൾ, വളരെ ചെറിയ കല്ലിരിക്കുമ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ഒരു ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ കാണുന്നതാണ് കല്ല്. അങ്ങനെ വരുമ്പോഴാണ് യൂറോളജിസ്റ്റിന്റെ അടുത്ത് അത് റെഫറായി അങ്ങനെ ഞങ്ങളാണ് പിന്നെ കാണുക. ഒരു തടിപ്പ് ഉണ്ടാവുന്നു എന്ന് പറയുന്നത്. അതെ, അവര് കല്ലുണ്ടോന്ന് സംശയം എന്നുള്ള രീതിയിൽ പറയും. പിന്നെ ഞാൻ ചില അപൂർവ കാരണങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ചിലർ മൂത്രം എപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും രക്തത്തിന്റെ അംശം ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ മാറുന്നില്ല. അതായത് നമ്മൾ എത്ര ആന്റിബയോട്ടിക് കഴിച്ചിട്ടും ഇൻഫെക്ഷൻ മാറുന്നില്ല, റിപ്പീറ്റഡ് ആയിട്ട് അണുബാധ മാറുന്നില്ല, എപ്പോഴും ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ കല്ല് കിഡ്നിക്കകത്ത് ഇരിക്കുന്ന കാണാം. ഇനി കിഡ്നിയുടെ ഉള്ളിൽ സ്പേസ് ഉണ്ട്, അതായത് അത്യാവശ്യം സ്ഥലമുണ്ട് കിഡ്നിയുടെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ സ്റ്റക്കായിരിക്കുക, മൂത്രം പോകാനായിട്ടുള്ള വഴിയിൽ അത് ബുദ്ധിമുട്ടായിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. പക്ഷെ അതൊരു ആ കിഡ്നിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി മൂത്രനാളിയിൽ, യൂറേറ്റർ എന്ന് പറഞ്ഞ മൂത്രനാളിയിൽ വന്ന് തടഞ്ഞിരിക്കുമ്പോൾ എന്ത് വരുന്നത് വെച്ചാൽ മൂത്രനാളിയുടെ ഉള്ളിലുള്ള ഡയമീറ്റർ വളരെ ചെറുതാണ്, 4 മില്ലിമീറ്റർ ഒക്കെ വ്യാസം കുറവാണ്. അപ്പൊ അത് അവിടെ വന്ന് ഇരിക്കുമ്പോൾ, തടഞ്ഞിരിക്കുമ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ കിഡ്നിയുടെ ഉള്ളിലുള്ള നീർക്കെട്ട് കൂടും, മൂത്രം വരാണ്ടാവും. മൂത്രനാളി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് മൂത്രം താഴോട്ട് കൊണ്ടുവരാൻ. പക്ഷെ ആ സ്റ്റോൺ അവിടെ ഇരിക്കുമ്പോൾ ആ മൂത്രനാളി കൂടുതൽ കിഡ്നി അത് പുഷ് ചെയ്ത് കളയാൻ നോക്കും, തള്ളിക്കളയാൻ നോക്കും. അപ്പോൾ കിഡ്നിയുടെ പുറത്തുള്ള ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയും, അതെ, ആ ക്യാപ്സ്യൂൾ സ്ട്രെച്ച് ആയിട്ടാണ് യൂഷ്വലി പെയിൻ ആയിട്ട് വരിക. നല്ല സിവിയർ പെയിൻ ആയിരിക്കും. അതിന്റെ വേദന അത് അനുഭവിച്ച ഒരാൾക്ക് അത് പറയാൻ പറ്റുള്ളൂ. സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും, സിവിയർ പെയിൻ ആണ്. അതിന്റെ കൂടെ നട്ടലിന്റെ വശങ്ങളിൽ
സൈഡിലായിട്ടല്ലേ അതെ, നട്ടലിന്റെ ഇതർ സൈഡിലായിട്ട് വരിക. പക്ഷെ അത് അവിടെ മാത്രം നിൽക്കുകയല്ല, അത് താഴോട്ട് വരും. ആ വേദന ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കും. ഒരു സ്പാസ്മോഡിക് പെയിൻ നമ്മൾ പറയും, ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന വേദനയാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഛർദ്ദിക്കാനുള്ള ഫീലിംഗ് ഉണ്ടാവും, ഓക്കാനുണ്ടാവും. പിന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ രക്തത്തിന്റെ അംശം കണ്ടേക്കാം. പിന്നെ ഗ്യാസ്, പലരും ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ പറയും, ഇങ്ങനെ വരും, പുളിച്ചു തേട്ടിലുണ്ടാവുക. അങ്ങനെയായിട്ടാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ സാധാരണ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ രാത്രി നമ്മൾ കിടക്കുമ്പോഴൊക്കെയാണ് ഇത് എപ്പോഴും കാണുക. എപ്പോഴും രാത്രിയാണ് ഞങ്ങൾക്ക് പേഷ്യൻസ് വരിക. അങ്ങനെ അവർ കാഷ്വാലിറ്റി വന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് കിഡ്നി സ്റ്റോൺ ആണെന്ന് മനസ്സിലാക്കുക. ഇതാണ് യൂഷ്വലി കാണുന്ന പ്രസന്റേഷൻ. ഇനി ചിലർക്ക് മൂത്രം ഒഴിക്കുമ്പോൾ മാത്രം ബുദ്ധിമുട്ട് ചിലർ പറയാറുണ്ട്. അതായത് നമ്മുടെ പ്രോസ്റ്റേറ്റ് എന്ന് തന്നെ ഗ്രന്ഥി, ആണുങ്ങൾക്ക് മാത്രമുള്ള ഗ്രന്ഥിയാണ്. അതുമൂലം എന്ത് വരുമെന്ന് വെച്ചാൽ മൂത്രസഞ്ചിക്ക് തടസ്സം, മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം ഫ്രീ ആയിട്ട് താഴോട്ട് പോകുന്നില്ല. അവിടെ കല്ലുകൾ വരാം, അതായത് പ്രഷർ കൂടി അവിടെ മൂത്രം കെട്ടി നിന്ന് കല്ലുകൾ വരാം. അതാണ് വെസൈക്കൽ സ്റ്റോൺ അല്ലെങ്കിൽ ബ്ലാഡർ സ്റ്റോൺ എന്ന് പറയാം. ഈ ബ്ലാഡർ സ്റ്റോൺ ചിലപ്പോൾ താഴേക്ക് ഇറങ്ങി മൂത്രനാളിയിൽ വന്ന് തടഞ്ഞ് മൂത്രം കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയി പോവാം. അതും ഒരു കാരണമാണ്. ഇങ്ങനെ ഇത്രയും വലിയ കല്ലുകൾ, അതായത് ചിലപ്പോൾ ഒരു സെന്റിമീറ്ററിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ 1 സെന്റിമീറ്ററിന്റെ അടുത്ത് ഉള്ള കല്ലുകൾ ആണ് മൂത്രനാളിയിൽ വന്ന് തടഞ്ഞ് മൂത്രം പോകാണ്ടൊക്കെ ആവുക. അതിനെ നമുക്ക് പോയി പൊടിക്കാനേ പറ്റുള്ളൂ, അല്ലാണ്ട് തന്നെ പോകുന്ന പരിപാടികളില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കല്ലിന്റെ ഒരു സ്വഭാവം. കാൽസ്യം കല്ലുകളായിരിക്കും പൊതുവെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണോ അല്ല അതോ ശാരീരികമായിട്ട് ഇപ്പോൾ നമുക്കുള്ള ഈ ലവണങ്ങൾ ഒരുപാട് ശരീരത്തിലുണ്ട്, അപ്പോൾ അങ്ങനെ ആണോ ഉണ്ടാവുന്നത്? അതേപോലെ തന്നെ പാരമ്പര്യ ഘടകങ്ങൾ വല്ലതും ഇതിനുണ്ടോ? ഇത് ഭക്ഷണത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം ഇല്ല അതിന്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു വെള്ളം കൂടി കുറഞ്ഞിട്ട് ആണ് ഏറ്റവും കോമൺ കോഡ്സ്. പിന്നെ ചിലരുടെ ബോഡി നേച്ചർ എന്ന് പറയും, ശരീരപ്രകൃതി. അപ്പം ചില അംശങ്ങൾ നമ്മുടെ യൂറിനകത്തുണ്ട്, അതായത് കല്ല് ഫോർമേഷൻ കുറയ്ക്കാനായിട്ടുള്ള ചില അംശങ്ങൾ മൂത്രത്തിലുണ്ട്, കല്ല് രൂപപ്പെടാണ്ടിരിക്കാൻ. ഇപ്പൊ സിട്രിക് ആസിഡ് എന്ന് കേട്ടിട്ടുണ്ടോ, സിട്രേറ്റ്. അപ്പൊ സിട്രേറ്റ് യൂറിനകത്ത് അതിന്റെ അംശം കുറയുമ്പോഴാണ് സാധാരണ കല്ലുണ്ടാവുക. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്ന കുറെ അംശങ്ങളുണ്ട് ഇതേപോലെ. അപ്പോൾ അങ്ങനത്തെ അംശങ്ങൾ കുറയുമ്പോഴാണ് പലർക്കും കല്ല് വരിക. അത് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലർക്ക് കല്ല് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും, ചിലർക്ക് കല്ല് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. അതൊരു പ്രായം കഴിഞ്ഞിട്ടാണ് വരിക. സാധാരണ ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് യൂഷ്വലി ആൾക്കാർക്ക് കല്ല് കണ്ടു തുടങ്ങുന്നത്. ഒരു പ്രാവശ്യം കല്ലുണ്ടായി കഴിഞ്ഞാൽ ഇനിയും കല്ലുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഈ അംശങ്ങൾ കുറഞ്ഞുകൊണ്ടാണത്. പിന്നെ ഭക്ഷണരീതിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ യൂറിക് ആസിഡ് കൂടുതലുള്ള ആൾക്കാർക്ക് ഹൈപ്പർ യൂറിക്കോസൂരിയ, അപ്പോൾ യൂറിൻ വഴി കൂടുതൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വന്നിട്ട് അങ്ങനെ ഫോം ചെയ്യുന്ന കല്ലുകളാണ് യൂറിക് ആസിഡ് സ്റ്റോൺസ്. അതിന് എവിടെയെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകണോ ഈ മൂത്രാശയത്തിലോ? തടസ്സങ്ങൾ ഉണ്ടാവണം. യൂറിക് ആസിഡ് സ്റ്റോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് സ്റ്റോൺ നമ്മൾ സാധാരണ ഒരു എക്സ്റേ ചെയ്യുമ്പോഴൊന്നും കാണില്ല. അതിന് കട്ടി കുറവാണ്, പക്ഷെ അത് ഭയങ്കര ഷാർപ്പായിരിക്കും. അപ്പോൾ അത് വരുന്ന വഴി എല്ലായിടത്തും തട്ടി മുറിവുകളുണ്ടാക്കും, പെയിൻ കൂടുതലുണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനത്തെ യൂറിക് ആസിഡ് കൂടുതൽ, രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുതലുള്ള ആൾക്കാർക്ക് എപ്പോഴും കല്ല് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഫുഡ് ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. പിന്നെ പാരമ്പര്യമായിട്ടും ഡെഫിനറ്റ്ലി യൂറിക് ആസിഡ് ഫാമിലിയിൽ പലർക്കും ഉണ്ടെങ്കിൽ കല്ല് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതെ, ഈവൻ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ഇതേപോലെ തന്നെ ഓക്സലേറ്റ് കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് ചിലർ കഴിക്കുമ്പോൾ, ഇപ്പോൾ ഓക്സിഡേറ്റ് കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളെ ചായ കാപ്പിയിൽ വരെ ഉണ്ട്. പിന്നെ നമ്മളെ നട്ട്സ്, ചിലരിപ്പോ ഈ ഫുഡ്, അതെ കാഷ്യൂ, നമുക്ക് ഡയറ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്നട്ട് നട്ട്സ് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട് വിശപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചില ഡയറ്റ്സ്, ഇപ്പൊ കുറെ ഡയറ്റുകൾ വന്നിട്ടുണ്ട്, അത് കീറ്റോ ഡയറ്റ്. അപ്പോൾ പ്രോട്ടീനും ഫാറ്റ് മാത്രം കഴിക്കുക, കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക, അതായത് ചോറും ചപ്പാത്തി കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് കല്ല് വരാൻ ചാൻസ് ഉണ്ട്. ബീഫ്, പോർക്ക്, ഡെഫിനറ്റ്ലി ബീഫ്, പോർക്ക് എല്ലാത്തിലും യൂറിക് ആസിഡ് കൂടുതലായതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് കല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ യൂറിക് ആസിഡ് ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ പാരമ്പര്യമായിട്ട് യൂഷ്വലി വരുന്ന ഇങ്ങനത്തെ കാരണം കൊണ്ടാണ്. പിന്നെ ചില മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്ക് വരാം. അതായത് ഇപ്പോൾ എയ്ഡ്സ് രോഗം ഉള്ള ആൾക്കാർക്ക്, അതെ HIV, അങ്ങനത്തെ ആൾക്കാർക്ക് ചില സ്റ്റോൺസ്, ഇന്ത്യൻ ആവർ സ്റ്റോൺസ് എന്നൊക്കെ പറയും, അങ്ങനത്തെ മരുന്നുകൾ, ആന്റി വൈറൽ ഡ്രഗ്സ് കഴിക്കുന്ന ആൾക്കാർക്ക് ചിലർക്ക് ഇത് വരാം. ഇതൊക്കെയാണ് യൂഷ്വലി കല്ലുകൾ കാണുന്നത്. പതിവായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കല്ലുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അവർക്ക്. അതെ അതെ അതെ. ഇനി ഈ കാലാവസ്ഥയായിട്ട് പലപ്പോഴും ബന്ധം പറയും. നമ്മൾ പണ്ടൊക്കെ പറയും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവര്, അവർക്ക് സ്റ്റോൺസ് കൂടുതൽ, അവരുടെ ഭക്ഷണശീലവും അതുപോലെ തന്നെ ഈ വെള്ളം കുടിയുടെ അളവിന്റെ കുറവും ആണോ അത് പ്രധാനമായിട്ടും വരുന്നത്? അപ്പോൾ സ്റ്റോൺ ബെൽറ്റ് എന്ന് പറയും, നമ്മുടെ കോസ്റ്റൽ ബെൽറ്റ്, നമ്മുടെ തീരപ്രദേശം. അപ്പോൾ അങ്ങനത്തെ സൈഡിലൊക്കെ എപ്പോഴും ടെമ്പറേച്ചർ കൂടുതലാണ്, കുറച്ചും കൂടി ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്, സ്വെറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം എല്ലാം, അതെ, കൂലി പണിക്കാർക്കൊക്കെ എപ്പോഴും, കാരണം അവർ അത്രയും പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് കല്ല് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വെള്ളത്തിന്റെയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഹാർഡ് വാട്ടർ ഒക്കെ കൂടുതൽ കുടിക്കുന്ന ആൾക്കാർക്ക് കൂടുതലുള്ള വെള്ളം കുടിക്കുന്നത്, അതെ.
അങ്ങനത്തെ ആൾക്കാർക്ക് കല്ല് വരാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. ഇങ്ങനെയൊക്കെ പല രീതിയിൽ കല്ലുണ്ടാകും. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ വൃക്കയ്ക്കകത്തുണ്ടാകാം, മൂത്രനാളിയിലുണ്ടാകും, മൂത്രസഞ്ചിയിലുണ്ടാകും കല്ല്. അപ്പോൾ ഇതിനൊക്കെ ഈ വേദനയും ഇതിൻ്റെ ലക്ഷണങ്ങളും വ്യത്യാസമായിരിക്കില്ലേ? വൃക്കയിലെ കല്ല് ഡോക്ടർ തന്നെ സൂചിപ്പിച്ച് ചിലപ്പോൾ വേദന ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പം മൂത്രനാളിയിലാകുമ്പോൾ മൂത്ര തടസ്സം ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ ആ വേദനയും ഒക്കെ അറിയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വേദനയും ലക്ഷണങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? നമ്മളിപ്പോൾ ഒരാൾ വേദനയായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വേദന വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? സ്റ്റോൺ ഉണ്ടെന്ന ഒരു സംശയം, ഇതിനു മുമ്പ് സ്റ്റോൺ ഉണ്ടായി, അപ്പോൾ ഞാൻ ഒന്നുകൂടെ സ്ക്രീൻ ചെയ്യാൻ വരുവാന്ന് പറഞ്ഞ് ചിലർ വരാറുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഒരു 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എല്ലാ കൊല്ലവും നമ്മൾ സ്ക്രീനിങ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം. കാരണം അത് ചെയ്യണ സമയത്ത് ഒന്ന് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടോ എന്ന് അറിയാൻ പറ്റും. അൾട്രാസൗണ്ട് സ്കാൻ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യും. പിന്നെ ക്രിയാറ്റിനിൻ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. യൂറിൻ്റെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ യൂറിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചില ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കല്ലുകളുടെ ക്രിസ്റ്റൽസ് കാണാറുണ്ട്. ക്രിസ്റ്റൽസ് അതെ, മൂത്രത്തിൽ തന്നെ ക്രിസ്റ്റൽസ് കണ്ടു എന്ന് വെച്ചാൽ കല്ലുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ ചിലർക്ക് കല്ല് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ നോക്കും. പിന്നെ ഡെഫിനറ്റ്ലി സ്റ്റോൺ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് CT സ്കാൻ ആണ്, അൾട്രാസൗണ്ട് സ്കാൻ അല്ല. കാരണം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന ഒരു റേഡിയോളജിസ്റ്റ് പറയുന്ന ഫൈൻഡിങ് ആയിരിക്കില്ല വേറൊരു റേഡിയോളജിസ്റ്റ് പറയുന്നത്. പക്ഷേ CT അങ്ങനെയല്ല, അത് സബ്ജക്റ്റീവ് അല്ല. അതായത് നമുക്കത് ആർക്ക് കണ്ടാലും മനസ്സിലാവും എത്ര വലിപ്പമുണ്ട്, എന്തോരം കല്ലുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കാഷ്വാലിറ്റി വരുന്ന ഒരു പേഷ്യന്റിനോട് ഞാൻ ഇപ്പോഴും പറയാം CT എടുക്കാൻ ഏറ്റവും നല്ലത്. ചിലർ CT ചെയ്യാൻ ഇപ്പോൾ ഏകദേശം 5,000 റുപ്പീസിനേക്കാളും മുകളിലാവും CT സ്കാൻ ചെയ്യാനായിട്ട്, പ്ലെയിൻ CT സ്കാൻ. പക്ഷേ അൾട്രാസൗണ്ട് സ്കാൻ 1000 രൂപ ആവുള്ളൂ. ഇതിന്റെ കോസ്റ്റ് പേടിച്ചിട്ട് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ മൂത്രനാളിയിലുള്ള ഒരു കല്ല് ചിലപ്പോൾ കാണാൻ പറ്റിക്കൊള്ളുന്നില്ല, വയറിന്റെ ഉള്ളിൽ ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ CT എടുക്കാൻ പറയാം. അപ്പോൾ അതൊരു എക്സ്ട്രാ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവുള്ളൂ, അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആവുള്ളൂ. അപ്പോൾ അതിന് പകരം ആദ്യമേ തന്നെ CT എടുക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് കല്ലാന്ന് മനസ്സിലാവും. പിന്നെ ഞങ്ങൾ ഇതിന്റെ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കിഡ്നിന്ന് തൊട്ട് വരുന്ന മൂത്രനാളി 3 ഭാഗമുണ്ട്. അപ്പർ 1/3 ഉണ്ട്. അപ്പർ 1/3 ഇരിക്കുന്ന സ്റ്റോണിന് ആ നമ്മുടെ നട്ടലിന്റെ സൈഡിലുള്ള ഏരിയയിൽ മാത്രമേ പെയിൻ ഉണ്ടാവുള്ളൂ. പക്ഷേ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ പെയിൻ പിന്നെയും ട്രാവൽ ചെയ്ത് താഴേക്ക് വരും. ഇതിന്റെ ഏറ്റവും അടിയിലത്തെ ഭാഗം ലോവർ 1/3 ഇരിക്കുന്ന സ്റ്റോണിന് എപ്പോഴും പെയിൻ വയറിന്റെ അടിഭാഗത്തായിരുന്നു വേദന. പിന്നെ മൂത്രത്തിൽ എപ്പോഴും കളർ ഉണ്ടാവും. പിന്നെ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട് വരാം. പിന്നെ ഈവൻ ആണുങ്ങൾക്ക് മണിയിൽ വേദന വരാം, ടെസ്റ്റിസിൽ പെയിൻ വരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി സ്റ്റോൺ ആണെന്ന് നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു വേദന, ഇങ്ങനത്തെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റോൺ ആവാൻ എപ്പോഴും ചാൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിയാറ്റിനിൻ, കിഡ്നി ഫംഗ്ഷൻ, യൂറിൻ റൊട്ടീൻ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ CT എടുക്കുമ്പോൾ നമുക്ക് ഒരുവിധം സ്റ്റോണിന്റെ ഒരു സ്റ്റേറ്റസ് അറിയാൻ മനസ്സിലാവും. ഏത് തരം കല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് തരം കല്ലെന്ന് പറയണമെങ്കിൽ കല്ലിനെ നമ്മൾ പൊടിക്കുവാണെങ്കിൽ നമ്മൾ ആ സ്റ്റോണിനെ നമ്മൾ സാമ്പിൾ ചെയ്ത് നമ്മൾ സ്റ്റോൺ അനാലിസിസിന് വിടും. എന്നാലും നമുക്ക് ഏത് തരം കല്ലാന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നീട് ആവർത്തിച്ച് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യവും ഇതിനനുസരിച്ചായിരിക്കും. അതെ, അതിനനുസരിച്ച് പറയാൻ പറ്റുള്ളൂ, ഏത് തരം കല്ലുകളാണ് എന്നനുസരിച്ചിരിക്കും. ഇനി ഡോക്ടർ, ഇപ്പോൾ നമ്മൾ സ്റ്റോൺ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചികിത്സ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പൊടിച്ച് കളയുന്ന കാര്യമൊക്കെ പറഞ്ഞു. പലപ്പോഴും സ്റ്റോണിൻ്റെ അല്ലെങ്കിൽ ഈ കല്ലിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ചികിത്സയും നിർണ്ണയിക്കപ്പെടുന്നത്. അതെങ്ങനെയാണ്? ചിലപ്പോൾ പറയും ചെറുതാണ്, ഇത്രയേ ഉള്ളൂ സൈസ്, ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, മരുന്ന് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ മതി എന്ന് പറയും. അതെങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്? അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വേദന വരുന്നത് മൂത്രനാളിയിൽ വന്ന് സ്റ്റക്കായിരിക്കുമ്പോഴാണ്. മൂത്രനാളിയിൽ വന്ന് ഇരിക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നനുസരിച്ചും ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ മോൾ ഭാഗത്തിരിക്കുന്ന കല്ല്, കിഡ്നിയുടെ തൊട്ടടുത്തിരിക്കുന്ന കല്ലാണെങ്കിൽ അത് താഴേക്ക് വരാൻ കുറച്ചും കൂടെ സമയമെടുക്കും. നമ്മൾ മരുന്നുകൾ കൊടുത്ത് താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ള ചാൻസ് ബെറ്ററാണ്. എപ്പോഴും താഴേക്ക് ഇരിക്കുന്ന കല്ല് എന്നും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ സൈസ് പറഞ്ഞപ്പോൾ ഈ സ്റ്റോണിൻ്റെ വലിപ്പം എന്തോരം ഉണ്ടെന്ന്, അതിപ്പോൾ 4 മില്ലിമീറ്റർ വരെ ഉള്ള സ്റ്റോൺ ആണെങ്കിൽ ഞങ്ങൾ യൂഷ്വലി സർജറി ആയിട്ട് പറയാറില്ല, ഞങ്ങൾ 1 വീക്ക് to 10 ഡേയ്സ് വെയിറ്റ് ചെയ്യാൻ പറയും. സ്റ്റോൺ തന്നെ പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇമേജിങ് എടുക്കും, 10 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒന്നോടെ എടുക്കും, വീണ്ടും സ്കാൻ ചെയ്ത് നോക്കും. ഒരു പ്രാവശ്യം കൂടെ ചിലപ്പോൾ CT ചെയ്ത് നോക്കേണ്ട വരും. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോണിന്റെ ഡെൻസിറ്റി, അത് ഇമ്പോർട്ടൻ്റ് ആണ്, സാന്ദ്രത. അതെ, ആ ഡെൻസിറ്റി നോക്കുന്നത് നമ്മൾ CTയിൽ നോക്കുമ്പോൾ നമുക്ക് ഡെൻസിറ്റി മനസ്സിലാവും. ഹൗൺസ്ഫീൽഡ് യൂണിറ്റ്സ് എന്ന് പറയും. അതായത് ഒരു 1000 താഴെ അല്ലെങ്കിൽ ഒരു 700 താഴെ ഡെൻസിറ്റി ഉള്ള സ്റ്റോൺ എപ്പോഴും പൊടിക്കാനും എളുപ്പമാണ്, അത് പോവാനുള്ള ചാൻസും കൂടുതലാണ്. മറ്റേത് കുറച്ചും കൂടെ കട്ടി കൂടുതലാണ്. കട്ടി കൂടുതലുള്ള സ്റ്റോണിന്റെ പ്രശ്നം അത് ആ ട്യൂബിക്കറ ഇറങ്ങി വരാനായിട്ട് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മരുന്നുകളുടെ ചികിത്സ ഇപ്പോൾ തുടക്കത്തിലൊക്കെയാണ്, ഇപ്പോൾ കല്ല് വലിപ്പം വയ്ക്കുന്ന
സാഹചര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ അപ്പോൾ ആദ്യം വളരെ ചെറുതാണ് കണ്ടത്, ഇപ്പോൾ നേരത്തെ 4 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര ഇതിൽ സ്റ്റോണൊക്കെ ആണെങ്കിൽ നമുക്ക് മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ സാധ്യമാണോ? മരുന്നുകൾ എന്ന് ഉദ്ദേശിച്ചത് ആൽഫ ബ്ലോക്കർ എന്ന് പറയുന്നത് നമ്മുടെ മൂത്രനാളിയുടെ ചുറ്റുമുള്ള മസിൽസ് ഉണ്ട്, സ്മൂത്ത് മസിൽ, നമ്മുടെ കൺട്രോളിലല്ല. ഈ മസിലാണ് ഇതിനെ താഴേക്ക് കൊണ്ടുവരുന്നത്, മൂത്രം താഴേക്ക് കൊണ്ടുവരുന്നു, കല്ലിന് താഴോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ മസിലിനെ റിലാക്സ് ചെയ്യുന്ന മരുന്നുകളെ നമ്മൾ കൊടുക്കുക, അതിനെ ഒന്ന് വികസിക്കാനും. അത് മാത്രമല്ല അത് കൂടുതലായിട്ട് അതിന്റെ ഞെരുക്കം കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കും. അപ്പോൾ സ്റ്റോൺ പതുക്കെ പതുക്കെ താഴോട്ട് ഇറങ്ങി വന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, ഈ സ്റ്റോൺ വന്ന് അവിടെ ഇരിക്കുമ്പോൾ നീർക്കെട്ടുണ്ടാക്കും ആ ഏരിയയിൽ, ലോക്കൽ അവിടെ മാത്രം. നീർക്കെട്ടുണ്ടാക്കിയ ഒരു പരുവത്തിനേക്കാളും കൂടുതൽ നീർക്കെട്ടുണ്ടാക്കിയ എത്ര ചെറിയ സ്റ്റോൺ ആണെങ്കിലും പോവില്ല, അത് അവിടെ തന്നെ ഇരിക്കും. അത് എന്നും ഒരു വേദന ഉണ്ടാക്കാനുള്ള ഒരു കാരണമാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ നീർക്കെട്ട് കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കും, അതിൻ്റെ കൂടെ പെയിനും കുറയാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കും. അപ്പോൾ ഈ മരുന്നുകളിലൊന്നും ആക്ട് ആയില്ലെങ്കിലാണ് പിന്നെ നമ്മൾ സർജറിയെ കുറിച്ച് ആലോചിക്കുക. സർജറി എന്ന് പറയുമ്പോൾ ഈ ഇന്നത്തെ ഏറ്റവും മോഡേൺ എക്വിപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ലേസറൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സ്റ്റോണിനെ പോയിട്ട് ചെറിയ തരികളാക്കിയിട്ട് നമുക്ക് മുഴുവനായിട്ട് പുറത്തേക്ക് എടുക്കാം. അതിന് കൂടെ നമ്മൾ സ്റ്റെൻഡിങ് എന്ന് പറയും, ഒരു സ്റ്റെൻഡ് ഇടും, ഒരു ചെറിയൊരു ട്യൂബാണ് ഇതിനകത്ത് കിടക്കുന്നത്. വൃക്ക തൊട്ട് മൂത്രസഞ്ചി വരെ കിടക്കുന്ന ഒരു ട്യൂബ്, മൂത്രനാളിയുടെ ഉള്ളിൽ കിടക്കുന്ന ട്യൂബാണ്. അതിന് 2-3 ആവശ്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പൊടിച്ച കല്ലിന്റെ പൊടികളൊക്കെ പോകാനും കിഡ്നിയിൽ നീരുള്ളതുകൊണ്ട് ആ നീർക്കെട്ടൊക്കെ കുറയാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെൻഡ് ഇടുന്നത്. സ്റ്റെൻഡ് നമ്മൾ 10 ദിവസം തൊട്ട് 2 ആഴ്ച, 10 തൊട്ട് 14 ദിവസം വരെ കിടക്കും. അത് നമ്മൾ OPD തന്നെ നമുക്ക് എടുത്തു കളയാൻ പറ്റും. പിന്നെ ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് എടുത്തു കളയാൻ പറ്റും. പൂർണ്ണമായിട്ടും കല്ലൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ ഒന്നോടെ എക്സ്റേ ഒക്കെ നോക്കി വലിയ സ്റ്റോൺസിന്റെ പൊടികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റെൻഡിനെ എടുത്ത് കളയാം. വളരെ നല്ല രീതിയിൽ നമുക്ക് ഇതിനെ പുറത്ത് കളയാനുള്ള സംവിധാനം ഇന്ന് ചികിത്സാ സൗകര്യങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. പലപ്പോഴും ആൾക്കാർ മറ്റ് പല രീതികളെയും അവലംബിക്കുന്നുണ്ട്. അതായത് സ്റ്റോൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഏതാണ് എന്നുള്ളതൊന്നും നോക്കാതെ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ പാലിച്ചാൽ മതി, ഇത് തന്നെ പോയിക്കോളും എന്ന് പറയാം. അങ്ങനെ തന്നെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ടോ? വളരെ ചെറിയ സ്റ്റോൺസ് ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ 3 മില്ലിമീറ്റർ സ്റ്റോൺ കിഡ്നിക്കകത്തുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റോണിന് തീർച്ചയായിട്ടും ഈ തരമായ ട്രീറ്റ്മെന്റ്സ് നമുക്ക് സ്വീകരിക്കാം. കാരണം അങ്ങനത്തെ ഒരു സ്റ്റോൺ ഇത് ട്യൂബിനെ വന്ന് ബ്ലോക്ക് ആക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ അതല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു സ്റ്റോൺ, അതായത് 1 സെന്റിമീറ്ററിനെക്കാളും കൂടുതലൊരു സ്റ്റോണൊന്നും അലിയിച്ച് കളയുന്ന ഒരു മരുന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം എന്നോട് പല പേഷ്യൻസും ഒന്ന് പറയും, ഞങ്ങൾ ഒറ്റമൂലി എടുത്തു. ഒറ്റമൂലി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ യൂറിനെ കുറച്ചും കൂടെ ഡൈല്യൂട്ട് ആക്കിയേക്കാം, മൂത്രത്തിൽ നേർപ്പിച്ച് വിടുന്നത്. അതെ, അതെങ്കിൽ ഇനിയൊരു കല്ല് ഉണ്ടാവാൻ സാധ്യത കുറയ്ക്കാം. അപ്പോൾ അങ്ങനെ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഉള്ള സ്റ്റോണിനെ അലിയിച്ച് കളയുന്ന ഒരു മരുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ യൂറോളജിസ്റ്റിന്റെ പണി വളരെ വളരെ കുറഞ്ഞേനെ. അപ്പോൾ അതാണ് അതിന്റെ ഒരു സത്യം. അതിപ്പോൾ നമുക്കത് പറയുമ്പോൾ എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞെരിഞ്ഞിലിട്ട് ഞാൻ വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ ഞാൻ കുടിക്കുന്ന വെള്ളത്തിന്റെ ഡിഫറൻസ് ആണോ, ഇങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഞെരിഞ്ഞിലിട്ട് വെള്ളം കുടിച്ചാലും സാധാരണ വെള്ളം കുടിച്ചാലും വെള്ളം കുടിക്കണം. അതായത് അത്രയും ഫ്ലൂയിഡ്സ് 2 ലിറ്ററിനേക്കാളും കൂടുതൽ ഒരു ദിവസം നമ്മൾ വെള്ളം ഫ്ലൂയിഡ്സ് ആയിട്ട് കുടിക്കണം, ദ്രാവകമായിട്ട് ഉള്ളിൽ ചെല്ലണം. അത് ഡോക്ടർ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എത്രത്തോളം മൂത്രം പുറത്തേക്ക് പോകണു എന്നുള്ളതിന്റെ അളവും വളരെ ഡെഫിനറ്റ്ലി. അപ്പോൾ ഈ 2 ലിറ്ററിന്റെ കണക്കെന്ന് പറയുന്നത് നമുക്ക് 2 ലിറ്ററിന്റെ അടുത്ത് മൂത്രമായിട്ട് പോകണം, ഒരു 1.8 ലിറ്റേഴ്സ് എങ്കിലും മൂത്രമായിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ 2 ലിറ്ററിന്റെ കണക്ക് പറയുന്നത്. അതൊരു എന്താ പറയുക, ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഒന്നുമില്ല, അതായത് ഇത്രയും നിയമമല്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഏകദേശം അത്രയും ഫ്ലൂയിഡ്സ് നമ്മൾ ചായ, കാപ്പി, വെള്ളം, കഞ്ഞി അങ്ങനെ ആയിട്ട് ഫുള്ളായിട്ട് കുടിക്കണം. മൂത്രാശയ കല്ല് എന്ന് പറയുന്നത് അതിന്റെ സ്ഥാനം അനുസരിച്ചാണ് അതിന്റെ വേദന എങ്ങനെയുണ്ട് എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ അത് അതിന്റെ വലിപ്പം അനുസരിച്ചാണ് അത് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നതും ഒക്കെ. അപ്പോൾ ചികിത്സയൊക്കെ അതിനനുസരിച്ച് മാറും എന്നുള്ളതാണ്. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നല്ല മാർഗങ്ങൾ ഇതിനുണ്ട്. ഇത് പൊടിച്ചു കളയാനും രോഗിക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ശസ്ത്രക്രിയ പോലും, അതായത് ഒരു കീറലും തുന്നലും ഇല്ലാതെ പോലും ഇന്ന് ചികിത്സിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആധുനിക വൈദ്യശാസ്ത്രം പറഞ്ഞു തരുന്നത്. മൂത്രാശയ കല്ലുകൊണ്ട് ബുദ്ധിമുട്ടുന്ന കാര്യം ഇപ്പോൾ ആൾക്കാർ ചിലപ്പോൾ വൈകിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ വൈകിപ്പിക്കുന്ന കാര്യത്തിൽ അർത്ഥമില്ല. ചിലപ്പോൾ ഇത് വലുതായി കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. അപ്പോൾ മൂത്രാശയ കല്ലിന് നല്ലൊരു ചികിത്സയുണ്ട്. അത് കൃത്യമായി തിരിച്ചറിയുക, അതിന് ആ ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടർ പങ്കുവച്ചത്. അപ്പോൾ ഈ വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി.